everyone, welcome back to Xylem. It's me, VJR. Okay, നമ്മൾ ഇന്ന് നിങ്ങളുടെ USS എക്സാമിൽ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ചില കുട്ടികൾക്ക് ഈ ഒരു പോർഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറാറുണ്ട്. ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ഇന്ന് നമ്മൾ പൊളിയാക്കി എടുക്കും മക്കളെ. അപ്പോൾ നമുക്ക് റെഡിയല്ലേ പഠിക്കാൻ? അപ്പോൾ വേഗം ക്ലാസ് കാണുന്നതിന് മുൻപേ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ നമ്മളെ അറിയിക്കുക കേട്ടല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് ദ ഡബിൾ ഓഫ് 2⁻10. 2×10 2⁻10ൻ്റെ ഡബിൾ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. ഏത് നമ്പറിൻ്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ അർത്ഥം 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 2 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ ഇവിടെ 1 ഉണ്ടാവും. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെയും 2 ഇവിടെയും 2 ഉണ്ടെങ്കിൽ ആ സെയിമായ 2 എഴുതിയിട്ട് മുകളിലുള്ള 10ഉം മുകളിലുള്ള 1ഉം കൂടെ കൂട്ടുകയാണ് വേണ്ടത്. 10ഉം 1ഉം കൂട്ടി എത്രയാടോ? 11. ആ നമ്മുടെ ഉത്തരം പോളി. ഇതിനൊരു ട്രിക്ക് വേണ്ടേ? ശ്രദ്ധിച്ച് കേട്ടോ. 2ൻ്റെ പവേഴ്സിൻ്റെ ഡബിൾ ആണെങ്കിൽ, ഡബിൾ എന്ന് പറഞ്ഞാൽ ഇരട്ടി എന്നാണ് അർത്ഥം കേട്ടോ. വെള്ളം വീട്ടുകാർ ഇരട്ടി. 2×10 2⁻10ൻ്റെ ഡബിൾ പറഞ്ഞാൽ 2 ആണ് ബേസ് ആയിട്ട് വരുന്ന നമ്പർ എങ്കിൽ ഡബിൾ ചോദിച്ചാൽ ഈ 10ന്ന് 1 കൂട്ടിയാൽ മതി. സിമ്പിൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു ചോദ്യം തരാം. ഫൈൻഡ് ദ ഡബിൾ ഓഫ്, അല്ലെങ്കിൽ 2⁻100ൻ്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ 100നോട് ഒരു 1 കൂട്ടിയാൽ മതി കേട്ടോ. പക്ഷെ 2 എന്ന് പറഞ്ഞ നമ്പറാണ് ബേസ് ആയിട്ട് വരിക. അങ്ങനെ തന്നെ ചോദിക്കുകയുള്ളൂ. ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ആ കോൺസെപ്റ്റിന് ബേസ് ചെയ്തുകൊണ്ടാണ് ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ 2 ആണ് ബേസ് വരുന്നതെങ്കിൽ മുകളിലുള്ള നമ്പറോട് 1 കൂട്ടിയ ഡബിളായി. ഇവിടെ തന്നെ ഒരു സാധനം കൂടെ നമ്മൾ പഠിച്ചെടുക്കാം. ഫൈൻഡ് ദ ഡബിൾ ഓഫ് എന്നുള്ളതിന് പകരം ഇങ്ങനെയാണെങ്കിലോ, ഹാഫ് ആണെങ്കിലോ, ഹാഫ് ആണെങ്കിൽ ഇതപ്പോൾ ചോദ്യം ഹാഫ് ഓഫ് 2⁻10. 2⁻10ൻ്റെ പകുതി ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ, ഈ 10ന്ന് 1 കുറച്ചാൽ മതി. 10ന്ന് 1 കുറച്ച് താഴെ എങ്ങനെ ഇതും 2⁻9. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാഫ്. അപ്പോൾ ഹാഫ് കാണുമ്പോൾ 1 കുറച്ച് മുകളിലുള്ള പവർ 1 കുറച്ചിട്ട് എഴുതിയാൽ മതി. ഡബിൾ ഇരട്ടി കാണുകയാണെങ്കിൽ 1 കൂട്ടി എഴുതിയാൽ മതി. പോളി. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതാണ് ആ ക്വസ്റ്റ്യൻ. എൻ്റെ പൊന്നു മക്കൾ, ഇതൊന്ന് നോക്കി നോക്കിക്കേ. ഇവിടെ ഇൻറ്റു ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യായിരുന്നു? ഇൻറ്റു ആണെങ്കിൽ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇൻറ്റു ആണ് എങ്കിൽ ഈ 2 എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തായിരുന്നു, ആ മുകളിലുള്ള നമ്പേഴ്സൊക്കെ കൂട്ടാമായിരുന്നു. പക്ഷേ ഇൻറ്റു അല്ല, പ്ലസ് ആണ്. ഞാൻ എന്തിനാണ് തന്നതെന്നറിയാം? ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് തന്നതിൻ്റെ ഉദ്ദേശം മെയിനായിട്ടും ശ്രദ്ധിച്ച് കേട്ടോ. ഇത് ചെയ്യാൻ എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ സെയിം നമ്പേഴ്സേ വരും, നടുക്ക് പ്ലസ് ആണ് വരുന്നത്. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. പ്ലസ് ആണെങ്കിൽ ആ സെയിമായ നമ്പർ, ഇപ്പോൾ സെയിം ഏതാ? 2⁻22 2⁻22 2⁻22 സെയിം ആയ നമ്പർ ആയിട്ടുള്ള 2⁻22 എഴുതുക. എത്ര എണ്ണം ഉണ്ട്? ഒന്നെണ്ണം എടുത്തേ. ഇവിടെ 1, രണ്ടാമത്തെ 2⁻2, മൂന്നാമത്തെ 2⁻2, നാലാമത്തത്. അപ്പം 4 എണ്ണം ഉണ്ടെങ്കിൽ 4 കൊണ്ട് ഗുണിക്കുക. ഇതാണ് ആൻസർ. പക്ഷേ ഈ ആൻസർ ഓപ്ഷനിൽ കാണാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 4ന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം, 4ന് പകരം 4ൻ്റെ കൂട്ടുകാരാണ് കുടുംബക്കാരുണ്ട് 2². ആ 2² എന്ത് ചെയ്തോളാ, ഈ 4ന് പകരം ഇട്ട് കൊടുക്കുക. ഒന്നിട്ട് കൊടുക്കുന്നത് നോക്ക്. അപ്പം 2⁻22 ഇൻറ്റു 4ന് പകരം എന്തിട്ട് കൊടുക്കുക, ആ 2⁻2 കൊടുക്കുക. സിമ്പിൾ. ഇനി സിമ്പിളാ. നടുക്ക് ഗുണിക്കാനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ആ സെയിമായ 2 എഴുതിയിട്ട് മുകളിലുള്ള 22ഉം 2ഉം കൂടെ കൂട്ടുന്നു. 22ഉം 2 കൂട്ടി 24. ദേ നമ്മുടെ ഉത്തരം ഒരേ പൊളി, 2⁻24. ഓക്കെ, 2×24. സിമ്പിൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം 4 എണ്ണം ഉള്ളത് കൊണ്ടാണ് 4 കൊണ്ട് ഗുണിച്ചത്. അപ്പം ഈ 2ഉം 4ഉം ഗുണിച്ചിട്ട് 8 എഴുതേക്കരുത്, അതൊന്നും ചെയ്യാൻ പാടില്ല. ഈ 4ന് പകരം 4 പ്രശ്നക്കാരനാ, 4ന് പകരം 2 പോലെ എഴുതാം. അത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യം. ഈ ഒരു ചോദ്യം നേരത്തെ ചോദ്യം തമ്മിൽ കണക്റ്റഡാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം തന്നെ കൊണ്ടുപോയിട്ട് തന്നത്. പഠിക്കാം. എന്താ ക്വസ്റ്റ്യൻ? ഞാൻ ചോദിത്തരാം. 2⁻22 പ്ലസ് 2⁻22 പ്ലസ് 2⁻22 പ്ലസ് 2⁻22 പ്ലസ്, ഇനി പ്ലസ് ഇല്ലട്ടോ, കഴിഞ്ഞ്. ഓക്കെ, 4 ഉള്ളൂ. എന്നിട്ട് അപ്പുറത്ത് 4⁻x. എക്സിൻ്റെ വില കാണാൻ പറഞ്ഞാൽ സിമ്പിൾ. അങ്ങനെ എന്താ ചെയ്യേണ്ട അറിയാം? ഇവിടെ ആദ്യം ശ്രദ്ധിച്ച്, എല്ലാം ഒരേ നമ്പേഴ്സ്. പ്ലസ് ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്തിരുന്നത്? നേരത്തെ പോലെ ഈ സെയിം ആയ നമ്പർ എഴുതിയിട്ട് എണ്ണം കൊണ്ട് ഗുണിക്കുക. അപ്പോൾ സെയിം ആയ നമ്പർ 2⁻22 എത്ര ഉണ്ട്? 1 2
3 4 4 കൊണ്ട് ഗുണിക്കും അല്ലേ, 4 കൊണ്ട് ഗുണിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, സിമ്പിളാണ്, ശ്രദ്ധിച്ച് കേട്ടോ. ഇവിടെ ചെയ്യേണ്ട കാര്യം അപ്പുറത്ത് 4x ഉണ്ട്, ഈ 4x അങ്ങനെ തന്നെ എഴുതിച്ചോ, കുഴപ്പമില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ 4 പകരം നേരത്തെ പോലെ 4 പകരം എന്തെടുക്കുക, കുറച്ച് നമ്മൾ പറഞ്ഞില്ലേ 2² എടുക്കുക. ആ 2² എഴുതാൻ പോവാണ്. ഈ 4 പകരം 2². അപ്പോൾ 2^22 × 2². സിമ്പിൾ. അപ്പുറത്ത് എന്ത് ചെയ്തോളാ, നമ്മളെ 4x ചെയ്താൽ. ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ ഇൻറ്റു ആണെങ്കിൽ ഞാൻ ചെയ്യാനുള്ള എന്താ, ഈ 22ഉം 2ഉം കൂടെ പ്ലസ് ചെയ്യുക. അപ്പോൾ എന്താ ഫൈനലി വരിക, 2^20 എന്ത് വരും, 4 = 4x എന്ന് വരും. ഐഡിയ കത്തിയോ നോക്ക്, 2^24 പ്ലസ് അല്ല = 4x. ഈ 24x ഈക്വലാന്ന് വിചാരിക്കരുത്. കാരണം എന്താണെന്നറിയോ, ഇവിടെ ഒരു സ്ഥലത്ത് ഞാൻ ഈ സാധനം ഒന്ന് അങ്ങോട്ട് മാറ്റിത്തരാം, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആവും കേട്ടോ. ഓക്കെ, ഇവിടെ ഒന്ന് കണ്ടോ ഈ ഒരു സാധനം ശ്രദ്ധിച്ച് കേട്ടോ. ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. അഥവാ ഇത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. എളുപ്പവഴി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നേരായ വഴിയുണ്ട്. നേരായ വഴി ഞാൻ പറയാം, പക്ഷേ എളുപ്പവഴി പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ 24 ഇതാണ് 20 അല്ലേ, നേരത്തെ ഒന്ന് എഴുതി വെച്ചെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ, ശരിക്കും ഇവിടെ 2ഉം ഇവിടെ 2ആണ് വരുന്നതെങ്കിൽ നമ്മളെ പരിപാടി തീർന്നിരുന്നു. ഇവിടെ 2ആണ് വരുന്നതെങ്കിൽ പരിപാടി തീർന്നിരുന്നു. പക്ഷേ എങ്ങനെ പരിപാടി തീരാ, ഇവിടെയും 2 ഇവിടെയും 2 ആണെങ്കിൽ ഈ 24 ആയിരിക്കും എക്സിൻ്റെ വില. പക്ഷേ ഇവിടെ 2ഉം ഇവിടെ 4ഉമാണ് വന്നത്. അങ്ങനെ വന്നത് കൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോ, ഒരു കിടിലൻ ട്രിക്ക് പിടിച്ചു വെച്ചോ. ഈ 2ന്റെ കൃതിയായ 24ന്റെ പകുതി, മക്കളെ 24ന്റെ പകുതി എത്രയാ, 24ന്റെ പകുതി 12 ആയിരിക്കും എക്സിൻ്റെ വില. 24ന്റെ കൃതി എന്ന് പറഞ്ഞാൽ കൃതിയായ 24 അതിൻ്റെ പകുതിയായ 12 ആയിരിക്കും എക്സിൻ്റെ വില. എന്തുകൊണ്ടാണ് അത് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും ഇത് 2^2 ഒക്കെ എഴുതി 2^2x എഴുതി, 2x എന്ന് പറഞ്ഞാൽ 24 ആണ്, അതുകൊണ്ട് 12 വരും എന്നൊക്കെയാണ് പറയണത്. ശ്രദ്ധിച്ച് കേട്ടോ, ഇവിടെ 2 ഇവിടെ 4ആണ്. അപ്പം ഈ 2 മാറ്റാൻ ഈ 4നെ പറ്റണം, അല്ലെങ്കിൽ ഈ 2ന്റെ ഡബിൾ അല്ലേ ഇവിടെ. അപ്പം കൃതി എന്താവും, ഈ 2ന്റെ ഡബിളായിട്ട് വരുന്ന സാധനമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ കൃതിയായ, അല്ലെങ്കിൽ കൃതി എന്ന് പറഞ്ഞാൽ പവറായ റേസ് ടു ആയ 24ന്റെ പകുതി ആയിരിക്കും. ശ്രദ്ധിക്കണേ, ഇത് സെയിം ആണെങ്കിൽ ഇത് തന്നെയാണ് ഉത്തരം. ഇത് 2 ആണെങ്കിൽ 24 തന്നെ ആയിരിക്കും ഉത്തരം വരിക. പക്ഷേ ഈ 2ഉം ഒരിടത്ത് 4 വന്നത്, അപ്പോൾ ഇതിൻ്റെ ഡബിൾ അല്ലേ അപ്പുറത്ത് വന്നത്. ഡബിൾ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ പവറിൻ്റെ ഹാഫ് എടുക്കുക. പവറിൻ്റെ ഹാഫ് എത്രയാ, 24. പവർ പറഞ്ഞാൽ 24ന്റെ ഹാഫ് എത്രയാ, 12 ആണ് നമ്മുടെ ഉത്തരം. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. സെറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യം നമുക്ക് ചെയ്ത് നോക്കാം. സിമ്പിളാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ എന്നിൻ്റെ വില കാണാനാണ്. എന്നിനൊരു വില ഉണ്ട് മുകളിൽ. ചെയ്ത് നോക്കാം. നിങ്ങൾ എന്താ ചെയ്യുക, ആദ്യം ഇത് നോക്ക്, നടുക്കത്തെ ചിഹ്നം എല്ലാം പ്ലസ്. ശേഷം അതുകൊണ്ട് എന്ത് ചെയ്യും, ആ സെയിമായ നമ്പർ എന്ത് ചെയ്യും, എഴുതും. എത്ര സെയിമായ നമ്പർ, 5^10 എത്ര എണ്ണം ഉണ്ട്, 5 എണ്ണം ഉണ്ട് അല്ലേ. = അപ്പുറത്ത് 5^n. ഞാൻ പറഞ്ഞിരുന്നു 5 വെറുതെ എഴുതിയ മുകളിൽ ആരുണ്ടാവും, 1 ഉണ്ടാവും. ഇവിടെ ഗുണനാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നേരത്തെ പറഞ്ഞതാ എന്ത്, ഈ 10നെയും 1നെയും അവിടെ കൂട്ടുക. 5 എഴുതി, 5 ആ 10 1 കൂട്ടുമ്പോൾ എന്തായി, 11. അപ്പുറത്ത് എന്തായി, 5^n. ഞാൻ നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞതാ. നേരത്തെ ക്വസ്റ്റ്യനിൽ ഇവിടെ 2ഉം 4ഉം വന്നിനി, അതുകൊണ്ട് അതിൻ്റെ പകുതി എടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു, കോൺസെപ്റ്റും പറഞ്ഞു. പക്ഷേ ഇവിടെ 5 ഇവിടെ 5 വന്നത്. അങ്ങനെ ഒരേ സ്ഥലത്ത് ഈ =ന്റെ അപ്പുറത്തും ഇപ്പുറത്തും 5ഉം 5ഉം ഒരേപോലെ അല്ലേ ബാലൻസ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഈ 11ആണ് എന്നിൻ്റെ വില. ദാറ്റ് ഈസ് n = 11. ദേ നമ്മുടെ ഉത്തരം 11. റെഡിയാണോ? റെഡി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പെട്ടെന്ന് പറ. ഞാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഒരു ചോദ്യം നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാം അല്ലേ, ഒരു ചോദ്യം മാത്രമാക്കണ്ട, 2 ചോദ്യം. രണ്ടാമത്തെ ചോദ്യം നിങ്ങൾക്ക് ഒരു പ്രാവശ്യം പരീക്ഷയിൽ ചോദിച്ചതാണ്. അപ്പോൾ ആ ചോദ്യം തന്നെ ഞാൻ തരാം. 2^98 + 2^98 + 2^98 + 2^98. ഇതെല്ലാവരും ഒന്ന് ചെയ്തേ. ശ്രദ്ധിക്കുക, ഇവിടെ പ്ലസ് ആണ്, അപ്പോൾ അതിനനുസരിച്ച് എന്താണോ ചെയ്തോളാം കേട്ടല്ലോ. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ആൻസറുകൾ കമൻറ്റ് സെക്ഷനിലിടുക, ഞാൻ വായിക്കും. അതോടൊപ്പം തന്നെ ക്ലാസ്സിൻ്റെ അഭിപ്രായങ്ങളൊക്കെ
നമ്മളെ കമൻറ്റ് ബോക്സിൽ സെറ്റാക്കുക. വീണ്ടും വീണ്ടും പറയണ്ടല്ലോ, ലൈക്ക് കൂടെ ചെയ്തേക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു ദിവസം കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ വൈശാഖ് JR അഥവാ VJR. ബൈ.